കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ രോഗപരിശോധന നിർബന്ധമാക്കുന്നു. രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർ പൊതുസ്ഥലങ്ങളിൽ നിർബന്ധമായി മാസ്ക് ഉപയോഗിക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു. പനി, ശ്വാസ സംബന്ധമായ അസുഖം തുടങ്ങി കോവിഡ് ലക്ഷണത്തോടെ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്നവർക്കാണ് ടെസ്റ്റ് നിർബന്ധമാക്കിയിരിക്കുന്നത്. റാപ്പിഡ് ആന്റിജൻ പരിശോധന നടത്തി ഫലം നെഗറ്റീവ് ആണെങ്കിൽ RT-PCR നടത്തണമെന്നും ആരോഗ്യവകുപ്പ് ഡയറക്ടർ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കണ്ടെത്തിയ ഒമിക്രോൺ JN.1 വകഭേദമായ LF7 ആണ് കേരളത്തിൽ വ്യാപിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗബാധിതർ കേരളത്തിലാണ്. രാജ്യത്ത് സജീവ കോവിഡ് രോഗികളുടെ എണ്ണം 4000 കടന്നു. ഇന്ന് രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് 4030 കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത്. ഇതിൽ 1435 പേർ കേരളത്തിലാണ്. 8 കോവിഡ് മരണവും സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോവിഡ് രോഗികളെ പ്രത്യേക വാർഡിൽ പാർപ്പിക്കണം, ആശുപത്രികളിൽ എല്ലാവരും മാസ്ക് ധരിക്കണം, പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗം, കൈകഴുകൽ തുടങ്ങിയ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, ആശുപത്രി സംവിധാനങ്ങളുടെ പര്യാപ്തത അടിയന്തരമായി വിലയിരുത്തണം, എല്ലാ സ്വകാര്യ സർക്കാർ ആശുപത്രികളിലും മോക്ക് ഡ്രിൽ നടത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങളും സർക്കുലറിലുണ്ട്. രോഗമുള്ളവരെ പരിചരിക്കുമ്പോൾ 2023 ഇറക്കിയ ABC മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കോവിഡ്, ഇൻഫ്ലുവൻസ രോഗലക്ഷണമുള്ളവർ ശ്വാസതടസ്സം, നെഞ്ചുവേദന, തളർച്ച, രക്തസമ്മർദ്ദ വ്യതിയാനം തുടങ്ങി അപായ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നിരീക്ഷിക്കണം. കേരളത്തിൽ കണ്ടെത്തിയ കോവിഡ് വകഭേദത്തിന് തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി ഉള്ളതിനാലാണ് കരുതലോടെ ഇരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതെ, ഭയം വേണ്ട, ജാഗ്രത മതി.